നമസ്കാരം. മറുനാടൻ മലയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആരിഫ് ഹുസൈൻ തെരുവത്താണ് ഇന്ന് കൂടെയുള്ളത്. ആരിഫ്, നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അൽ മുഖ്തദിർ ജ്വല്ലറിയെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു വർഷം മുൻപ് തന്നെ ആരിഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്ന വ്യക്തിയാണ്. എന്താണ് അൽ മുഖ്തദിർ? സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇസ്ലാമിക് ടൈമാണ്. മാത്രമല്ല ഈ ജ്വല്ലറിയുടെ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു ഞങ്ങളുടെ ആളുകൾ മാത്രം ജ്വല്ലറിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചാൽ മതി, ഹലാലാണ് കാര്യങ്ങൾ, പണം അതായത് സ്വീകരിക്കുന്നതിനകത്തുള്ള മാനദണ്ഡങ്ങളിലൊക്കെ ഹലാൽ രീതികളാണ് പുലർത്തുന്നത്. പക്ഷെ ഏറ്റവും ഇൻകം ടാക്സ് 350 കോടിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്താണ് അൽ മുഖ്തദിർ? എന്താണ് കണ്ടെത്തൽ? അവർ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റ് ആണെന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. കാരണം അവർ പറഞ്ഞത് ഹലാലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ബിസിനസ്സാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഈ കട ഇവിടെ തുറന്നു വെക്കുന്നത്. അങ്ങനെ ഞങ്ങളിൽപ്പെട്ട ഉള്ള ആളുകൾക്ക്, ഞങ്ങളുടെ ആളുകൾക്ക് ഈ പറയുന്ന സാധനം ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അൽ മുഖ്തദിർ, അൽ അസീസ് എന്നൊക്കെ പല പല ഇതുപോലുള്ള പേരൊക്കെ ഇട്ടുകൊണ്ട് ഇതുപോലെ ജ്വല്ലറികൾ നടത്തിയത് പോലും എന്നവർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും ശരി തന്നെയാണ്. സംഗതി ഈ പറയുന്ന ED പിടിച്ചു, അല്ലെങ്കിൽ ഇതുപോലെ ഇൻകം ടാക്സുകാർ പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഹലാൽ തന്നെയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഹലാൽ തന്നെയാണ്. ഇത് എപ്പോഴാണ് തെറ്റാവുന്നത്? ഇന്ത്യൻ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മാത്രമാണ് ഇത് തെറ്റാവുന്നുള്ളൂ. അതല്ലാതെ ഇസ്ലാമിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതിലൊരു തെറ്റുമില്ല, ഇപ്പോഴും ഒരു തെറ്റില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിക നിയമപ്രകാരം പറയാം. ഇനി അതിലേക്കാണ് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ കള്ളക്കടത്ത് പിടിക്കുന്നു, സ്വർണ്ണ കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം വാർത്തകൾ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സ്വർണവും ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് കള്ളക്കടത്തായാലും ഇതുപോലെ നികുതി വെട്ടിപ്പായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മുസ്ലിം സമുദായം ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചനാ ബോർഡായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് KT ജലീല. ഏതാനും കുറച്ച് നാളുകൾക്ക് മുന്നേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മുസ്ലിം സമുദായത്തിൽ ഈ കള്ളക്കടത്ത് ഇതുപോലുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമാകുന്നു. അത് തടയുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാക്കളായിട്ടുള്ള കാളിമാർ എന്തെങ്കിലും ഒരു ഫത്വ എന്ന് ഇറക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് ജലീൽ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് ജലീൽ അങ്ങനെ പറയുന്നത്? നമ്മളെ നാട്ടിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ ഒരു സംഗതിയിൽ പിടിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുക. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയൂ, ഇത് തടയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്വാമിമാർ എന്തെങ്കിലും 2-4 ശ്ലോകം ചൊല്ലിത്തന്നാൽ നന്നായിരുന്നു എന്ന് ഒരു സ്വാമിയോ പറയണമെന്ന് ഒരു ഇവിടുത്തെ നേതാവും പറയാൻ പോകുന്നില്ല. നമ്മളെന്താ പറയുക, ഇവിടുത്തെ നിയമം ശക്തമാക്കണം. ഈ ക്രൈം അതിലേർപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായ ശിക്ഷ കൊടുത്തുകൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം, അവരെ ബോധവൽക്കരിക്കണം. ഇതല്ലേ നമ്മൾ പറയാം. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്താൽ ഏതെങ്കിലും പള്ളിയിൽ കുർബാന നടത്തണം എന്ന് ഒരു നേതാവ് ഇവിടെ പറയാൻ പോകുന്നില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് വരുന്നു. കാരണം എന്താണ്? ഇവിടെ നിയമം ഉണ്ടായാൽ പോലും മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് തടയത്തക്കതായിട്ടുള്ളൊരു സംഗതി അവിടെ ഈ നിയമം അങ്ങനെ വർദ്ധിക്കില്ല. കാരണം ഇസ്ലാമിൻ്റെ കണ്ണിൽ ഒരു കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു വിഷയം അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കടത്തുന്ന സാധനം അല്ലെങ്കിൽ ഈ നികുതി വെട്ടിപ്പ് നടത്തുന്ന സാധനം, ആ സാധനം അത് ഹലാലാണോ ഹറാമാണോ എന്നത് മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും കള്ള് ഇതുപോലെ കടത്തുന്ന ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതേസമയം സ്വർണം കടത്തുന്ന മുസ്ലിമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? കള്ള് ഹറാം എന്നുള്ള രീതിയിൽ ഗണിക്കപ്പെടുന്നതും എന്നാൽ സ്വർണം ഹലാലായിട്ടുള്ള ഒരു കമ്മോഡിറ്റി ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് എന്ത് തരം വെട്ടിപ്പ് നടത്തിയിട്ടാണെങ്കിൽ കച്ചവടം നടത്താനുള്ള എല്ലാ സാധ്യതകളും ഇസ്ലാം വെച്ച് നീട്ടുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടൊക്കെയുള്ള ഫത്വകൾ ഇന്ന് ലോകത്ത് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പോലും കിട്ടുന്ന ചില എക്സ്പ്ലനേഷൻസ് കണ്ടാൽ നമ്മൾ ശരിക്കും നടുങ്ങും. ആ രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ബീഫ് ഇറച്ചി അത് കടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പോലുമാണ് അത് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ബീഫ് നിങ്ങൾക്ക് അനുവദനീയമല്ല, അവിടെ വിൽക്കാനോ വാങ്ങാനോ സാധിക്കില്ല. അപ്പം ഇത് കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന ബീഫ് നിങ്ങൾക്ക് കഴിക്കാമോ എന്നാണ് ഒരു നിഷ്കളങ്കനായ വിശ്വാസി ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്ന, ഫത്വ കൊടുക്കുന്ന ആ മത മേലാധികാരി എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ആ നിയമം അവിടെ അനുവദിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്ന ഉത്തരം പ്രതീക്ഷിക്കുന്ന നമ്മളുടെ മുന്നിൽ അവിടെ കാണുന്നത് അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് കടത്തിക്കൊണ്ട് വന്നതാണേലും ശരി,
മിടുക്കനായിട്ട് നിങ്ങൾ ഇപ്പോൾ ചില സിനിമയിലൊക്കെ സൂര്യയൊക്കെ ചെയ്യുന്ന കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്ന പോലെ നിങ്ങൾ വളരെ അതിനകത്തൊരു മികച്ച രീതിയിൽ നിങ്ങൾക്ക് അത് കടത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾ കച്ചവടം നടത്തുമ്പോൾ അതെങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം ഹലാലാണോ ഹറാമാണോ ഇത് മാത്രമേ നോക്കേണ്ടതുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം, ആ മതം വിശ്വസിക്കുന്ന കുറേ വിശ്വാസികൾ, ഇതിനെതിരെ സംസാരിക്കാത്ത മത മേലധ്യക്ഷന്മാർ, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവരെല്ലാവരും കൂടി നയിക്കുന്ന ഈ ഒരു സമുദായത്തിൽ നമ്മൾ ഈ അൽ മുഖ്തദിറിനെ പോലെയുള്ള ഒരു കൂട്ടം ഈ കൊള്ളക്കാർ നടത്തുന്ന ഈ സംഗതി ഇതിവിടെ തഴച്ച് വളർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിനുള്ള എല്ലാ ഒത്താശയും മതം വെച്ച് നീട്ടുന്നുണ്ട്. അതുകൂടാതെ അവർ തന്നെ പരസ്യപ്പെടുത്തിയത് അത് തന്നെയല്ലേ. ഏറ്റവും മിനിമം ഇതിലിട്ടിരിക്കുന്ന പേര് നിങ്ങൾ നോക്കുക, അൽ മുഖ്തദിർ എന്ന് പറയുന്നത് ഖുറാനിലടക്കം മെൻഷൻ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ നാമാണ് ഈ അൽ മുഖ്തദിർ എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഓംനിപൊട്ടൻറ്റ് അല്ലെങ്കിൽ എല്ലാത്തിനും ഓൾ പവർഫുൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അർത്ഥമാണ് ഈ വാക്കിന് തന്നെ വരുന്നത്. എന്തിനും കഴിവുള്ളവൻ എന്നുള്ള അർത്ഥം. ഇത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമായിട്ടാണ് പറയപ്പെടുന്നത്. അസീസ് എന്ന് പറയുന്ന മറ്റൊരു ജ്വല്ലറി, അതുപോലെ മറ്റു പല പേരുകളിലും ഇവിടെ ഇതിൽ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് റെയ്ഡ് ചെയ്ത കൂടുതൽ. കാരണം അവർ ഒരു ബിൽഡിങ്ങിൽ തന്നെ പല പല പേരിൽ പല ജ്വല്ലറികൾ നടത്തുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ആ വശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം നമ്മളുടെ വിഷയം ഇതിനകത്ത് എന്തുകൊണ്ട് ഇതുപോലൊരു സംഗതി കേരളത്തിൽ നടന്നു. പലതരം തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ടെങ്കിൽ ഇതും നമ്മൾ ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് ഇതിനകത്തൊരു മതം അതിനകത്ത് കൂട്ടു നിൽക്കുന്നു എന്നും കൂടി വരുമ്പോൾ, അത് ഇസ്ലാം ആകുമ്പോൾ എക്സ് മുസ്ലിമായ എനിക്ക് അതിനകത്ത് രണ്ടെണ്ണം അധികം പറയാനുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇതിൽ ഈ മതത്തെ പോലും ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മളിപ്പോ പലയിടങ്ങളിൽ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഇടങ്ങളിലൊക്കെ ഈ ഒപ്പിയം കൃഷി വളരെ വ്യാപകമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ മറ്റു നാടുകളിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നത്. പുറമേ നിന്ന് നോക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഈ സമാധാന മതമെന്ന് പറയപ്പെടുന്ന ഇവർ തന്നെയാണ് ഏറ്റവും അധികം ഇത് വിൽപ്പന ചരക്കാകുന്ന അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ആണത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇത് ഇല്ലീഗൽ ആണല്ലോ. അപ്പൊ ഈ നമ്മുടെ നാട്ടിൽ, അതായത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മതേതര രാഷ്ട്രത്തിലെ ഇല്ലീഗൽ കോൺസെപ്റ്റ് ഇവരെ സംബന്ധിച്ചില്ല എന്നാണ് ആരിഫ് പറയുന്നത്. ഇസ്ലാമിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ആ ഒരു വിഷയം. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യം വരുമ്പോഴാണ് നമ്മളത് പറയാറുള്ളത്. അതായത് ഒരു വ്യക്തി നിയമം എന്നുള്ള രീതിയിൽ മതത്തിൻ്റെ നിയമവും രാജ്യത്തിൻ്റെ നിയമം എന്ന രീതിയിൽ മറ്റൊരു കൂട്ടം നിയമങ്ങളും പാരലലായിട്ട് പോകുന്ന ഒരു സംവിധാനം അതാണ് നമ്മളുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. പക്ഷേ അത് എല്ലാ മതങ്ങൾക്കും ഇല്ല. അത് ഇസ്ലാമിനാണ് അത് കൂടുതൽ വകവെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവന്നുകൊണ്ട് ഈ പറയുന്ന നിയമങ്ങളെ ഏകീകരിച്ച് ആ ഒരു പൊതു ധാരയിലേക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു യൂണിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അത് തന്നെ മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് അവിടെ നടപ്പിലാക്കപ്പെട്ടത്. നമുക്കറിയാം 1950-കൾക്ക് ശേഷം നടന്നിട്ടുള്ള കാര്യമാണ്. അംബേദ്കറും നെഹ്റുവും ഒക്കെ തമ്മിലുള്ള വലിയ ഉരസലുകൾ വരെ ഉണ്ടായി. ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അന്നത്തെ ബ്രാഹ്മണർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകളും ഈ അംബേദ്കറും നെഹ്റുവും ഒക്കെ അവരുടെ മുന്നിൽ ശത്രുക്കളായി നിന്നുകൊണ്ട് നടന്ന കാര്യങ്ങൾ, കർപ്പാത്രിജി എന്നൊക്കെ പറയുന്ന ചില സ്വാമിമാർ ഇതിൽ ഇന്നത്തെ നമ്മളുടെ OIC പോലെയൊക്കെയുള്ള ആളുകളായി മാറി അന്ന് വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കിയതും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ മാറി. അപ്പോൾ അവിടെ ഒരു കാര്യം വ്യക്തമാണ്, ആ മതത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിനെതിരായ അല്ലെങ്കിൽ അവരുടെ ബ്രാഹ്മണിക്കൽ മതം പഠിപ്പിക്കുന്ന സംഗതിക്ക് വിരുദ്ധമായ കാര്യങ്ങളായിരുന്നു ഈ ഹിന്ദു കോഡ് ബില്ലിൽ കൊണ്ടുവന്നത് എന്നത് നമുക്കറിയാം. പക്ഷേ ഇന്ന് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്, അവർ അതിനോട് ഇഴുകിച്ചേർന്നു. ഹിന്ദു സമൂഹം അതിലേക്ക് മാറി, പൂർണ്ണമായിട്ട് മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു മാറ്റം ഇത് മുസ്ലിങ്ങൾക്കിടയിലുണ്ടോ? ഇങ്ങനെ ഒരു നിയമം എൻ്റെ മുസ്ലിം ജനതയ്ക്ക് കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന ആ വിഷമം നെഹ്റു പോലും പങ്കുവെച്ചത് നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ചാൽ അന്നും അത് നടന്നിട്ടില്ല, ഇന്നും അത് നടക്കുന്നില്ല. ഇപ്പോഴും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ പറയുന്നത് അത് പറ്റില്ല. അപ്പോൾ എന്താ അവിടെ കാണുന്നത്? പാരലലായിട്ട് പോകുന്നു. ഇതാണ് വിഷയം. സ്വത്തവകാശം എടുത്താലും വിവാഹ നിയമങ്ങൾ എടുത്താലും വിവാഹമോചന നിയമങ്ങൾ എടുത്താലും എല്ലാത്തിലും ഒരു പാരലൽ സിസ്റ്റമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സാമ്പത്തിക രംഗത്തേക്ക് വന്നാലും അത് തന്നെയാണ്. അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ ഒരു സാധനം കള്ളക്കടത്ത് നടത്തരുത് എന്ന് പറയുമ്പോൾ നീ പോടാ ചെറുക്കാന്ന് പറയും. കാരണം എന്താണ്, ഇത് ഞങ്ങൾക്കിത് ചെയ്യാം, ഇത് ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമല്ല എന്നാണ് അവർ പറയുന്നത്. ഇന്ത്യയിൽ അത് തടസ്സം നിൽക്കുന്നു, അത് നമ്മളെ പ്രശ്നമല്ല. ഇനി ഇന്ത്യയുടെ നിയമം അത് പാലിക്കുക, അതിൽ ഏതെങ്കിലും വിധേന ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല. കാരണം അത് കാഫിറിൻ്റെ നിയമമാണ്, അതുകൊണ്ട് അത് പാലിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നിയമമാണ് എപ്പോഴും മുന്നിൽ നിൽക്കുക എന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ബോധം അത് അവിടെ കിടക്കും.
ഇനി ഇത് അറിയുന്ന ആളുകളുണ്ട്, അറിയാത്ത ആളുകളുണ്ട്. അറിയാത്ത ആളുകൾ ഇതിൽ ഏതെങ്കിലും വിധേന ഇതിലൊരു ശങ്ക പ്രകടിപ്പിക്കുക, ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ പിടിച്ചിട്ട് അവർ ന്യൂട്രലായിട്ട് ഇത് പറഞ്ഞു കൊടുത്ത് അവർ തിരിപ്പിക്കും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നു, ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ജലീൽ പറയേണ്ടി വന്നത്, ഇതിനെതിരെ നിൽക്കണമെങ്കിൽ, ഇതിനെ ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഫത്വകൾ തന്നെ വേണ്ടി വരുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മളുടെ മുസ്ലിം സമുദായത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണ് ജലീൽ നടത്തിയതെന്ന് തന്നെയാണ് ഞാൻ പറയാം. അത് അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് ഞാൻ അന്വേഷിക്കുന്നില്ല, അതിനെക്കുറിച്ച് പോകുന്നില്ല. പക്ഷേ പറഞ്ഞത് വളരെ കൃത്യമാണ്. മുസ്ലിം സമുദായത്തിൽ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ മതനിയമത്തിൽ ഒരു മാറ്റം വരുത്തിയാലേ നമുക്ക് അവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ഇന്ന് അവരെ തടയാനുള്ള എല്ലാ നിയമവും ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കൾ ഇതിനകത്ത് അധികം ഏർപ്പെടാത്തത്, മറ്റു മതക്കാരായിട്ടുള്ള ആളുകൾ ഇതിനകത്തേക്ക് വരാത്തത് അതുകൊണ്ടല്ലേ. ഇതുപോലുള്ള തട്ടിപ്പുകളിൽ ഇവർ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി അവസാനിപ്പിക്കുകയാണ് പറയാൻ. അതായത് ഈ ഒരു വിഷയത്തിൽ മതം അടിമുടി വരുന്നു. അത് പേരിൽ തുടങ്ങി അത് വരുന്നു. അൽ മുക്തദിർ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു അറബി നാമം മാത്രമല്ല, അതിനകത്ത് ഇസ്ലാമിക കിതാബിലടക്കമുള്ള സാധനങ്ങൾ, അള്ളാഹുവിൻ്റെ നാമം പോലുമാണ് ഇട്ടിട്ട് ഇതേപോലെയുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹലാൽ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഹലാൽ വിവാദം ഉണ്ടായപ്പോൾ പറഞ്ഞു. അത് തന്നെയല്ല ഇവരുടെ ഈ ഒരു വർഷം മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ അതിൽ നമ്മൾ എടുത്ത് പറയുന്നുണ്ട്, ഇത് ഹലാൽ സ്വർണ്ണമാണ്, ഇത് ഹലാൽ കച്ചവടമാണ്, ഇത് ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇത് ഞങ്ങൾ ഹലാൽ ഇങ്ങനെ ഒരു 10 തവണ പറഞ്ഞു കഴിയുമ്പോൾ മുസ്ലിങ്ങൾക്ക് അത് ധാരാളമാണ്. അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ ഇത് ധാരാളം. കാരണം അവരുടെ മനസ്സിൽ ഇത് ഹലാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഇൻഡിറക്റ്റ് ആയിട്ടൊരു സാധനം അവിടെ വരികയാണ്. എന്താണ്? മറ്റുള്ള ഭീമ ജ്വല്ലറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജ്വല്ലറിയിലോ പോയാൽ അത് ഹലാൽ അല്ലാത്തത് അവിടെ ഉണ്ട് എന്നുള്ളൊരു ധ്വനി അവിടെ വരുത്തി വെക്കുകയും അതുകൊണ്ട് ബിസിനസ് ഇങ്ങോട്ടേക്ക് വരുത്തും എന്നുള്ളൊരു ചിന്ത. അത് വിജയിച്ചില്ലേ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ ഹലാലേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് പല സ്ഥലങ്ങളിൽ ഹലാൽ അല്ലാത്തത് ഉണ്ടെന്ന് വരുമ്പോൾ ഇച്ചിരി സൂക്ഷ്മതയൊക്കെ വേണമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവൻ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ടേ പോവുള്ളൂ. ഇതാണ് ഹലാൽ MBBS എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. ഇതാണ് ഹലാൽ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. ഹലാൽ പപ്പടം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതാണ്. എല്ലാത്തിലും സംഭവിക്കുന്നത് നമ്മൾ കണ്ടു. ഹലാൽ ഗോമൂത്രം വരെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹലാൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട്, അതൊരു USP ആയിട്ട് മാറുകയാണ്. ഒരേപോലത്തെ രണ്ട് സാധനം മുന്നിൽ വരുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഹലാൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെങ്കിൽ അറബി പേരുണ്ട് എങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതും ഇവിടെ ചൂഷണം ചെയ്തു. ഇപ്പോ ഈ വിഷയമുണ്ട്. ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം എന്നാണ് ഈ അൽ മുഖ്താദിറിന്റെ ഗ്രൂപ്പിന്റെ സ്ഥാപകന്റെ പേര്. ഇപ്പൊ ഈ ഇദ്ദേഹമേ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഈ എന്താ പറയുക ഇൻകം ടാക്സിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളപ്പണത്തിന്റെ സംബന്ധവുമായി ബന്ധപ്പെട്ട് ചർച്ചകളും വാർത്തകളും ഒക്കെ വരുന്നു. സത്യത്തിൽ മറുനാടൻ മലയാളിയാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഷാൻ സാർ അത് വലിയ വാർത്തയാക്കിയ സമയത്ത് തന്നെ നമുക്ക് ഇപ്പോഴും കോൾ വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇന്നും അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇത് എവിടെ നിന്നാണ് സോഴ്സ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനിടയ്ക്ക് പല ആളുകളും ഈ പറഞ്ഞ പേരുകൾ അവർ ദുരുപയോഗം ചെയ്യുന്നതായി പറയുന്നു. നല്ല പേരുകൾ, മുസ്ലിം നാമങ്ങൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ടല്ലോ. അപ്പം അരിഫിന്റെ വാദങ്ങൾ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമാകുമോ? എല്ലാവരും അതനുസരിക്കുന്നവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇതിന് മറുപടി പറയേണ്ടത് നമ്മളല്ല. ഇതിന് മറുപടി പറയേണ്ടത് മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് ഇവർ പരസ്യം ചെയ്തത്. അന്ന് ഇവർ ചോദ്യം ചോദിക്കണമായിരുന്നു. അന്ന് അവർ ചോദിച്ചോ? ഇല്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഈ ഹലാൽ എന്ന വാക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വർണ്ണക്കട നടത്തുന്നത് എന്തിനാണ് അവർ അന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പൊ പിടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ അത് വെച്ചുകൊണ്ട് ഇതേപോലെ പറ്റിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളെ ഒരു തടസ്സവും കൂടാതെ അവരെ ഇവിടെ കയറൂരി വിടുകയും അതിൽ പോയി തല വെക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ നമ്മളത് വാർത്തയാക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വാർത്തയാക്കണമെന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ആ പരസ്യം നിങ്ങളെടുത്ത് നോക്കൂ. അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഹലാൽ സ്വർണ്ണക്കട. അവരുപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ബിസിനസ്സാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇവർ പറഞ്ഞ വാക്കുകളാണത്. ഇതിൽ ഹലാൽ മാത്രമുള്ള സാധനങ്ങൾ, ഹലാൽ തന്നെ ഒരു 3-4 തവണ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പേര് അൽ മുഖ്തദിർ, അൽ അസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ. ഇത് ഇവർക്ക് എന്തുകൊണ്ട് വല്ല ശോശാമാന്നോ വല്ല കുര്യാക്കോസ് എന്നൊക്കെ പേരിട്ടൂടെ? എന്തുകൊണ്ട് അവരത് ഇടാത്ത? അപ്പൊ അവരുടെ ലക്ഷ്യം കൃത്യമല്ലേ? കമ്മ്യൂണിറ്റി ബിസിനസ് അവർ തന്നെ ഉപയോഗിച്ച വാക്കാണത്. കമ്മ്യൂണിറ്റി ബിസിനസ് ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു ബിസിനസ് നടത്തുന്നത് എന്ന് എപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഇന്നിപ്പോൾ പറ്റിക്കപ്പെട്ട് ഇതേപോലെ നമ്മുടെ നാടിനെ വരെ കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ ഈ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തു കഴിയുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക്
എല്ലാ വഴികളും ഇവിടെ ഉണ്ട്, നമ്മളത് ചെയ്യും, അതിനെക്കുറിച്ച് നമ്മൾ പറയും, ഇത് ജനാധിപത്യ രാജ്യമാണ്. അവിടെ വന്ന് നിന്നിട്ട് നിങ്ങൾ എന്തിനാ ഇത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ അതിലൊന്നും നമ്മൾ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് മുസ്ലിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ഇതേപോലെയാണ് ഇവിടെ ഹലാൽ പപ്പടം എന്നും ഹലാൽ അപ്പാർട്ട്മെന്റ് എന്നും ഹലാൽ ബിരിയാണി എന്നും അതല്ലെങ്കിൽ ഇങ്ങനെ പല സാധനങ്ങളും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നത് ഇത് തന്നെയാണ്. ഇത് നിങ്ങൾ നിർത്തണം. ഈ ഒരു വർഗീയത ഉണ്ടാക്കുക, വർഗീയത തടയുക എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അത് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് മുസ്ലിങ്ങൾക്കും ബാധ്യതയുണ്ട്. അത് ഹിന്ദു ചെയ്യുമ്പോൾ മാത്രമല്ല വർഗീയതയാവുന്നത്. ഇതിലൊന്നും ഒരിക്കലും ഒരു ജ്വല്ലറിയിലൊക്കെ എന്തിനാണ് ഒരു ഹലാൽ എന്ന് പറയുന്ന ഒരു സാധനം തിരികേണ്ട എന്താവശ്യം അവിടെ ഉള്ളത്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അവർ തന്നെയാണ് ഇതിന് തുടക്കം വെച്ചത്. അപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്തു. ഇന്നിപ്പോൾ അത് വലിയ ഒരു എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ഇങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ ആളുകളെ ഇതുപോലെ പകൽ വെളിച്ചത്തിൽ പറ്റിക്കുന്ന ഒരു സംഗതി വേറെ ഒരു ജ്വല്ലറിയും ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി വരുമ്പോൾ നമുക്കത് പറയാം. ഇപ്പം ഏതായാലും ഇത് പറയുന്ന സമയത്ത് നമുക്കത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതിനകത്ത് മതത്തിൻ്റെ ആംഗിൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അവർ ഹലാൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. പറയും, അതിൽ വിഷമിച്ചൊരു കാര്യമില്ല. അതിപ്പോ അവസാനമായ ഒരു ചോദ്യം കൂടെ. പലപ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ സമയങ്ങൾ പലിശ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇതൊരു സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു, അതുകൂടി ചോദിക്കാതെ പറ്റില്ല. കാര്യം ഉറപ്പായും ഇതിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് മഹത്തരമായൊരു സാമ്പത്തിക സിസ്റ്റം ഉള്ളൊരു മതമാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലിശരഹിതമായ ഒരു കിനാശേരിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്? എത്ര കണ്ട് അത് സത്യസന്ധമാണെന്ന് കൂടെ പറയും. അതിനെക്കുറിച്ച് ഏറ്റവും നല്ല ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെ ഇവിടെ ഉണ്ട്. അത് തുർക്കിയാണ്. ഈ ഇസ്ലാമിക് ഫൈനാൻസ് അവരുടെ രാഷ്ട്രീയ മേഖലയിലേക്ക് കടത്തിക്കൊണ്ട് അവരുടെ നാഷണൽ ഫൈനാൻസിങ് സിസ്റ്റമാക്കി അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത്. അവരോട് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറയും എങ്ങനെ ഉണ്ടാവും ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫൈനാൻസ് എന്ന് പറയുന്ന സംഗതി, ഇക്കണോമിക്സ് എന്ന് പറയുന്ന സംഗതിയുടെ ABCD ഡെവലപ്പ് ചെയ്യാത്ത, അതിനെക്കുറിച്ച് യാതൊരു എവിഡൻസും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു അറേബ്യൻ ഒരു 7-ാം നൂറ്റാണ്ടിലെ ഒരാൾ എഴുതി വെച്ചൊരു സാധനം എടുത്തു വെച്ച് ഇന്നും അത് അപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞാൽ പറയുന്നതിന് തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല. അപ്ലൈ ചെയ്ത് കുത്തുവാള എടുത്ത് കഴിയുമ്പോൾ കിടന്ന് നിലവിളിക്കരുതെന്ന് നമ്മൾ പറയാനുള്ളൂ. അതാണ് ഇപ്പോൾ തുർക്കി അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പോലും ഇത് ചെയ്യുന്നില്ല. അതായത് 100% ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 100% ഇസ്ലാമിക് ഫൈനാൻസ് ആസ് എ കൺട്രീസ് ഇക്കണോമിക് പോളിസി ഈസ് ഇമ്പോസിബിൾ പീരീഡ്. ഇതാണ് അതിൽ പറയാനുള്ളൂ. പിന്നെ നടക്കും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ കൊണ്ട് നടക്കുന്ന പോലെ നിങ്ങൾക്ക് വിശപ്പൊക്കെ മാറി നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് ഉണ്ടാക്കി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തട്ടുമുകളിൽ കുറച്ച് ഓർഗാനിക് ഫാമിംഗ് ഒക്കെ നടത്തി നിങ്ങൾക്ക് ഷോ കാണിക്കാം. അതിന് ഇത് ഉപകരിക്കുള്ളൂ. അല്ലാതെ ഒരു 100% ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ ആ രാജ്യം കുട്ടിച്ചോറാവും. ഇതാണ് ഉണ്ടാവുക. അറബ് രാജ്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള ഒരു മിക്സ്ഡ് ആയിട്ട് ഇതാണ് ചെയ്യുന്നത്. അതിൽ തന്നെ കൺവെൻഷണൽ ഇക്കണോമിക്സ് ആണ് അവർ പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്നത്. അതിൽ ഒരു ചെറിയ ഭാഗം ഇതുപോലെ മതം തലക്കി പിടിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബാങ്കിൻ്റെ ഭാഗമായിക്കൊണ്ട് ഈ ഇസ്ലാമിക് ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയുള്ള വിങ്ങുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഞാൻ അവരോട് പണ്ട് നമ്മൾ വിശ്വാസിയായിരിക്കും അവരോട് ചോദിക്കും യഥാർത്ഥത്തിൽ എന്താണ് ഈ സാമാനം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത് ഈ പലിശ ഹറാമാണ്, പലിശ അത് കൈകാര്യം ചെയ്യുക, എഴുതുക, വെക്കുക, നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തെറ്റാണ്. പക്ഷേ ഇവരതിനെ ബൈപ്പാസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് മാറ്റും. ഇതാണ് അവർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു എന്താണ് ഒരു പട്ടിയുണ്ട്. ആ പട്ടിയെ പട്ടിയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല, നിങ്ങൾ അതിനെ കുട്ടപ്പാന്ന് വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? അത്രയേ ഉള്ളൂ. ഈ പലിശയെ പേര് മാറ്റി വിളിക്കുന്നു. എന്നിട്ട് അതിന് വേറെ കുറേ ഡെഫിനിഷൻസ് അവർ ഉണ്ടാക്കി വെക്കുന്നു. സംഗതി ഒന്ന് തന്നെ. EMI എന്ന് വിളിക്കുന്ന സാധനത്തെ അവർ എന്തോ ഒരു റെൻ്റൽ എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾ വണ്ടി വാങ്ങിക്കുന്നു, അതിന് EMI അടയ്ക്കണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബാങ്കിലെ ലോൺ തിരിച്ചടവാണ്. പക്ഷേ ഇവരെന്ത് പറയും? ഞാനൊരു വണ്ടി വാടകയ്ക്ക് എടുത്തു, അതിന് ഞാൻ വാടക തിരിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. ഇതിലെന്താ വ്യത്യാസമുള്ളത്? ഇത് ഒരു പ്രാവർത്തികമാക്കിയാൽ, പ്രാക്ടിക്കലി നമ്മൾ നടപ്പിലാക്കാൻ നോക്കിയാൽ ഫെയിൽ ആവുന്ന ഒരു സാധനമാണ്. അതിനെയാണ് ഇതുപോലെ പറഞ്ഞു വെക്കുന്നത്. വളരെ വ്യക്തമാണ്. അതായത് അൽ മുഖ്താദിർ എന്ന് പറയുന്ന ജ്വല്ലറി ആദ്യഘട്ടം മുതൽ തന്നെ അവർ ഇപ്പോഴും നമ്മൾ നിഷേധിച്ചാൽ പോലും അവർ നിഷേധിക്കാത്തൊരു സാധനമുണ്ട്. ഹറാം സ്വർണ്ണമാണ്, അല്ല അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അവർ ആരംഭിച്ചതാണെന്ന് ഇനി നമ്മൾ പറഞ്ഞാൽ പോലും ആ ഉടമസ്ഥർ പോലും എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല. വ്യക്തമായ ഒരു കമ്മ്യൂണിറ്റിനെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു വന്നിരുന്നത്. സത്യത്തിൽ സാധാരണക്കാരായ വിശ്വാസികളെ പറ്റിക്കുക, അല്ലെങ്കിൽ മുതലെടുക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത്. ആ തട്ടിപ്പിൽ വീണു പോകാതെ ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ആളുകളാണ് ഇവിടെയുള്ള. എന്തായാലും 350 കോടി എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. അത് നമ്മുടെ നാട്ടിൽ ചെലവാക്കേണ്ടിയിരുന്ന വലിയൊരു തുകയാണ്. അതിന് മതം
ത്തിന്റെ ഇങ്ങനെയുള്ള സാധ്യതകളെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല ബിസിനസ്സുകാരാണ്, പക്ഷെ ഇന്ത്യയിൽ അത് ഇല്ലീഗൽ ആയതുകൊണ്ട് അത് എന്തായാലും പിടിക്കപ്പെട്ടു. എന്തായാലും ഒരുപാട് സന്തോഷം ആരിഫ് ഹുസൈൻ മറുനാടിനോട് ചേർന്ന് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.